മിക്ക ആളുകളും മീൽസിന് ശേഷം അറിയാതെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഡൈജഷനെ ഹാമ്പർ ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഭക്ഷണം ശരിയായി ഡൈജസ്റ്റ് ആവണമെങ്കിൽ 5 കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. ലെറ്റ്സ് ഫിക്സ് ദം വൺ ബൈ വൺ. 1. മീൽസിന് ശേഷം ഒരുപാട് വെള്ളം കുടിക്കുന്നത്. ഇത് നിങ്ങളുടെ ഡൈജസ്റ്റീവ് എൻസൈംസിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു. ഡ്രിങ്ക് ഓൺലി എ സ്മോൾ സിപ്പ് ഇഫ് യു മസ്റ്റ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 30 മിനിറ്റിന് ശേഷം 1 ഗ്ലാസ് വാം വാട്ടർ ഇസ് ഐഡിയൽ. 2. വാക്കിംഗ് സൂൺ ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്. ഇത് ആയുർവേദത്തിൽ സപ്പോർട്ടഡ് അല്ല, സ്പെഷ്യലി ഹെവി വാക്ക്. ഫുഡ് കഴിച്ചതിന് ശേഷം കഠിനമായ നടത്തം, യോഗ അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യുന്നത് ഡൈജഷനെ തടസ്സപ്പെടുത്തും. ഇൻസ്റ്റെഡ് സ്ലോ മൈൻഡ്ഫുൾ വാക്ക് അല്ലെങ്കിൽ സിംപ്ലി വജ്രാസനത്തിൽ 5 to 10 minutes റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. 3. ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്നത്. ഇത് ആസിഡ് റിഫ്ലക്സ്, ഇൻഡൈജഷൻ, ഈവൻ വെയിറ്റ് ഗെയിൻ വരെ വരാൻ ചാൻസ് ഉണ്ടാക്കുന്നു. ഈസി ഡൈജഷന് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും ബോഡി നിവർത്തി വയ്ക്കണം. 4. ഭക്ഷണം കഴിച്ച ഉടനെ ചായ, കോഫി കഴിക്കുന്നത് അല്ലെങ്കിൽ ഈവൻ സ്മോക്ക് ചെയ്യുന്നത്. സ്പെഷ്യലി ടാനിൻസ് അടങ്ങിയ ചായയൊക്കെ ആകുമ്പോൾ അയേൺ അബ്സോർപ്ഷൻ അത് സ്ലോ ആക്കും, ഈവൻ ഡൈജഷനെയും അത് ബാധിക്കും. പകരം 30 to 45 മിനിറ്റ്സിന് ശേഷം ജീര അല്ലെങ്കിൽ പെരുംജീരകം പോലുള്ള ഹെർബൽ ടീ യൂസ് ചെയ്ത് നോക്കാം. 5. സ്ക്രീൻ ടൈം ഓർ സ്ട്രെസ് ആഫ്റ്റർ ഫുഡ്. TV കാണുക, ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുക, ആർഗ്യുമെന്റ്സ് നടത്തുക, ഇതൊക്കെ ആഹാരശേഷം ഒഴിവാക്കേണ്ടതാണ്. വൈ? കാരണം ഇത് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്ത് ഡൈജഷൻ സ്ലോ ആക്കുന്നു. സോ ലെറ്റ്സ് റീക്യാപ്പ്. ബിഗ് നോ ഫോർ ടു മച്ച് വാട്ടർ, heavy walking, lying down, tea, coffee, smoking, and stress and screen time. ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൈജഷൻ, മെന്റൽ ക്ലാരിറ്റി ആൻഡ് സ്ലീപ്പ് എല്ലാം മെച്ചപ്പെടും. ശരിയായ ഡൈജഷൻ ഉണ്ടെങ്കിൽ ശരിയായ ആരോഗ്യവും ഉണ്ടാവും. ഇതിലേതെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.